ഇന്നൊരു നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ റൈസ് വെച്ചാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കപ്പിൽ പകുതി നെയ്ച്ചോറ് എടുത്തിട്ടുണ്ട്, അരി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പൈസസ് മറ്റേ ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ ഉള്ളി ഇട്ട് കൊടുത്ത്, സവാള. നോർമലി എല്ലാവരും ഉണ്ടാക്കുമ്പോൾ തന്നെയുള്ളൊരു നെയ്ച്ചോറാണ്. അരക്കപ്പ് അരിക്ക് നമ്മൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരി ഇട്ട് കൊടുക്കുക. അരി ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ചോറ് നന്നായി വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം വറ്റാനുണ്ട്, അതും കൂടെ വറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ആക്കാം. വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറിന് അമ്മ ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബീഫ് കറി നെയ്ച്ചോറും ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ചോറ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് പപ്പടം കൂടി പൊരിക്കാം. പപ്പടം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചക്കത്തത് നെയ്ച്ചോറും ബീഫ് കറിയും പപ്പടം. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ. ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ പറയാം. ഓക്കേ.